ഇതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ അഞ്ചലിലേക്ക് കുറച്ച് കൂടുതൽ പ്ലാന്റ് ഉണ്ട്. ഇത് നമുക്ക് കുഴിച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാം അല്ലേണാ? നേരെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് പറയണതാണ്ട് അവർ നേരെ കൂടിയും അതാ മൊത്തം കയറ്റമുള്ളയാ. റംബുട്ടാൻ മാംഗോസ്റ്റിൻ കയറ്റിയോ 2 എണ്ണം. റംബുട്ടാൻ ഉണ്ട്, മാംഗോസ്റ്റിൻ ഉണ്ട്, പ്ലാവുണ്ട്, ചക്കയുള്ള പ്ലാവുണ്ട്, മാങ്ങയുള്ള മാവുണ്ട്, അതേപോലെ തന്നെ കൊടംപുളി ഉണ്ട്. താണ്ടെ കൊടംപുളി കാഴ്ചയെടുക്കുന്നത്. അതേപോലെ താണ്ടെ കോട്ടുകുണം മാവ്, അതേപോലെ തന്നെ നാംഡോക്മായി മാവ്, അതേപോലെ തന്നെ താണ്ടെ പണ്ടത്തെ ഉറിഞ്ചു കുടിക്കുന്ന മാങ്ങ അല്ലേണ? ചന്ദ്രകാരൻ മാങ്ങ, ചന്ദ്രകാരൻ, അതേപോലെ തന്നെ ചപ്പിക്കുടിയ മാങ്ങ അല്ലേ? അടിപൊളി. അതിനെ താണ്ടെ ഇതേപോലെ തന്നെ താണ്ടെ കൊടംപുളി, അതുപോലെ ചൈനീസ് ബുഷ് ഓറഞ്ച്, ചാമ്പ വെറൈറ്റികൾ, എന്നിട്ട് ഇത്രയും പ്ലാന്റുകൾ നമുക്ക് നേരെ കയറ്റിയാൽ അതിനെ കൂടിയുമായോ. അതിനെ താണ്ടെ ആദ്യമായിട്ട് താണ്ടെ നേരുന്ന ചക്കയുള്ള പ്ലാവാണ്. ചക്കയുള്ളത് താണ്ടെ ചക്ക പിടിച്ച് കിടക്കുന്ന വലിയൊരു പ്ലാവ് താണ്ടെ കയറ്റുവാണേ. ഒന്ന് തിരിച്ചു വെച്ചേ. അടുത്തത് ഇതുകൊണ്ട് ചക്കയുള്ള പ്ലാവ് ഇതുകൊണ്ട് കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ താണ്ടെ J33 പ്ലാവ്, അതേപോലെ തന്നെ താണ്ടെ ഒരു പ്ലാവ് നമ്മൾ ഒരെണ്ണോടെ എടുത്ത് വെച്ചതാണേ. അന്നേരം താണ്ടെ അതേപോലെ തന്നെ താണ്ടെ J33 പ്ലാവ്, അതേപോലെ തന്നെ താണ്ടെ അടുത്തത് റംബുട്ടാൻ, കായുള്ള റംബുട്ടാൻ താണ്ടെ കൊടംപുളി, നിറച്ച് കായോട് കൂടിയിട്ടുള്ള കൊടംപുളിയെ താണ്ടെ ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു കൊടംപുളി അല്ലേ. അന്നേരം താണ്ടെ 5.5 ലക്ഷം പേരാണ് കണ്ടത്. 5.5 ലക്ഷം പേര് താണ്ടെ. അതേപോലെ ബ്ലാക്ക് ആൻഡ് റോസും ആവുമെന്ന് പറഞ്ഞു വേണം. ഒന്ന് നൂത്ത് വെക്കണേ. അന്നേരം താണ്ടെ ഇതേപോലെ തന്നെ നിറച്ച് കായോട് കൂടിയിട്ടുള്ള കുടംപുളി. ഇതിൻ്റെ തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ പ്ലാന്റ് നമ്മൾ സെയിലായിട്ടുണ്ട്. അന്നേരം താണ്ടെ വലിയ ബ്ലാക്ക് ആൻഡ് റോസ് മാവ്, അതുപോലെ താണ്ടെ ചൈനീസ് ബുഷ് ഓറഞ്ചിൻ്റെ വലിയ കവറിലെ വലിയ പ്ലാന്റ്. 2 പേര് പിടിച്ചോ. താണ്ടെ ചൈനീസ് ഓറഞ്ചിൻ്റെ വലിയ പ്ലാന്റ് ബുഷ് ഓറഞ്ച് താണ്ടെ അടുത്ത കുടംപുളി അത് കണ്ടേ. അടുത്ത കുടംപുളി തൊണ്ട് കായോട് കൂടിയിട്ടുള്ളത് താണ്ടെ അതിനകത്തോട്ട് കയറ്റാൻ വേണ്ടി പോകുന്ന വണ്ടിക്കകത്തോട്ട്. അതേപോലെ തന്നെ താണ്ടെ ഒരു ലൗലോലി വലുത്, അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് റോസ്, അതേപോലെ തന്നെ ബ്രൂണോ കിങ് മാവ്. അത് റെക്കോർഡിങ്ങൊന്നുമില്ല, നേരെ ഡയറക്റ്റ് ഉള്ള കാര്യമുള്ളതാണ്. താണ്ടെ അടുത്ത ചാമ്പ താണ്ടെ വലിയ ചാമ്പ ഒരെണ്ണം. അതേപോലെ തന്നെ താണ്ടെ സപ്പോട്ട കായോട് കൂടിയിട്ടുള്ള സപ്പോട്ട, തായ്ലൻഡ് സപ്പോട്ട. അതേപോലെ തന്നെ റംബുട്ടാൻ, കായുള്ള റംബുട്ടാൻ. അതേപോലെ താണ്ടെ 1 2 3 മാങ്ങ താണ്ടെ എണ്ണി പറഞ്ഞാൽ താണ്ടെ 1 2 3 മാങ്ങയുള്ള ഒരു കോട്ടുകോണം ചെങ്കവരിക്ക മാവ്. അതേപോലെ തന്നെ താണ്ടെ കുറച്ച് പച്ചക്കറികൾ, അതേപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട്. ബായ് ഓക്കെ. അന്നേരം താണ്ടെ ഇതെല്ലാം അട്ടിയിട്ട് സെറ്റ് ചെയ്തിട്ട് താണ്ടെ ചെടിച്ചട്ടി, ചൈന ഡോൾ വെക്കാനുള്ള ചെടിച്ചട്ടി, അതേപോലെ തന്നെ വളം കൂട്ടിയ മണ്ണ്, അതേപോലെ തന്നെ എല്ലുപൊടി, വേപ്പിനൊക്കെ, ചാണകപ്പൊടി, ചകിരിച്ചോറെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവവളം മിക്സ് ചെയ്ത മണ്ണ് എല്ലാം കൂടെ കൊണ്ടുവന്ന് താണ്ടെ നമ്മളിപ്പോൾ ആശ്രാമം മൈതാനത്താണ്. ആശ്രാമം മൈതാനത്താണ് ഈ പ്ലാന്റുകൾ ഇത്രയും ലോഡ് ചെയ്ത് നമ്മളവിടെ കൊണ്ട് ചെന്ന് കുഴിച്ച് വെച്ച് കൊടുക്കും. ഇഷ്ടം പോലെ സാധനമുണ്ട് കേട്ടോ. ഇനിയുണ്ട് ഇഷ്ടം പോലെ സാധനമുണ്ട്. സമയം പോലെ വന്നു കഴിഞ്ഞാൽ നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാവുന്നതാണ്. വാഴ വേണ്ടവർക്ക് വാഴ, പച്ചക്കറികൾ, അതേപോലെ തന്നെ താണ്ടെ 10 രൂപ മുതൽ പച്ചക്കറി മുതൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ് താണ്ടെ നമ്മൾ മണ്ട കട്ട് ചെയ്ത് വളമൊക്കെ കൊടുത്തതിന് ശേഷം റോസ് താണ്ടെ അടിപൊളിയായിട്ട് വന്ന് നോക്കിയതാണ്. ഇത്രയും റോസുകൾ ഇരിപ്പുണ്ട്. മിനിയേച്ചർ റോസ് വേണമെങ്കിൽ മിനിയേച്ചർ റോസ് താണ്ടെ. അടുത്ത ബനാന മാവ് താണ്ടെ പൂത്ത് നിൽക്കുന്നത് താണ്ടെ. ഇതെല്ലാം താണ്ടെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി റോസാ ചെടികൾ താണ്ടെ ഇവിടെ പൂക്കുന്നത്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം ആയതുകൊണ്ട് നിറച്ച് പൂട് പിടിക്കുന്ന റോസാ ചെടികൾ വേണ്ടവർക്ക് താണ്ടെ ഇത്രയും റോസാ ചെടികൾ, ഇത്രയും പ്ലാന്റുകളുണ്ട്. അതിന് സമയം പോലെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെ എല്ലാം മാവാട്ടോ. വലിയ മാവുകളൊക്കെ ഇരിക്കും നോക്കിയാൽ നല്ല അടിപൊളി മാവുകൾ തന്നെ. ബൊഗെയിൻ വില്ലകൾ, അതേപോലെ താണ്ടെ ചക്കയുള്ള പ്ലാവ് താണ്ടെ വീണ്ടും ചക്കയുള്ള പ്ലാവുകൾ, അതേപോലെ മാവുകൾ ഇതുകൊണ്ട് നിറച്ച് മാങ്ങയുള്ള മാവ്, പേര വെറൈറ്റികൾ, ഇസ്രയേൽ നത്തി കായുള്ളത്. അതിന് സമയം പോലെ വന്നു കഴിഞ്ഞാൽ മൊത്തം കണ്ട് വാങ്ങാം. ഓക്കെ. സാധനത്താണ് വരുന്നത് കേട്ടോ. താണ്ടെ വലിയ മാവേ, നല്ല വലിയ കവറിനകത്ത് ഏകദേശം ഒരു 10-12 അടി പൊക്കത്തിൽ വലിയ മാവ്, ഏകദേശം താണ്ടെ സൈസ് മാവാണ് വരുന്നത്. അതുകൊണ്ട് അതിനകത്ത് തട്ടി വരുന്ന നോക്കിയാൽ നല്ല അടിപൊളി പ്ലാന്റ് താണ്ടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ കവറിലുള്ള വലിയ മരം, നല്ല മുട്ട മരമാണ്. അതിനെ താണ്ടി ഇത് ചരിച്ച് പതുക്കെ ചരിച്ചങ്കേരി വരാം. ഓക്കെ. കൂടിങ്ങി വായോ താണ്ടെ സൈസ് പ്ലാന്റ് പതുക്കെ ചരിച്ച് തന്നെ കരിക്കും. താണ്ടെ മുട്ടം പ്ലാന്റാണ്. 5-6 പേര് ചേർന്നിട്ടാണ് ഇത് കയറ്റുന്നത്. പോട്ടെ. ഓക്കെ റെഡി. അങ്ങോട്ട് ചരിച്ചങ്ങ് വെച്ചോ സേഫായിട്ട്. അതോ വീഴും. പപ്പായയുടെ അടുത്ത്, പപ്പായയുടെ വീടല്ലേ പപ്പായയുടെ മേളിൽ വീഴും. മാറ്റി ചരിച്ചു പോയി. ഡ്രമ്മിലുള്ള വലിയ ലൗലോലിയാണ്. വലിയ മരങ്ങൾ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചുമ്മാ പറയുന്നത് നല്ലതാണ്. അടിപൊളിയായിട്ട് താണ്ട് എത്ര പൊക്കമോ നോക്കി. ഇതൊരു ലൗലോലിയാണ്. ഇനി ലൗലോലി ഇല്ല. അതിന് വലിയ ലൗലോലി നമ്മളിപ്പോൾ സെയിൽ ചെയ്തതാണ്. നമുക്കിത് കൊണ്ട് ചെന്ന് കുഴിച്ച് വെച്ച് കൊടുക്കാം. താണ്ടെ സൈസ് പ്ലാന്റ്, വലിയ ഡ്രം താണ്ടെ കാ പിടിച്ച് കഴിഞ്ഞ പ്ലാന്റ് ആട്ടോ. ഇത്രയും സൈസിലുള്ള പ്ലാന്റാണ്. വലിയ വണ്ടിക്കകത്ത് കയറ്റി നമ്മളിപ്പം കൊണ്ടുപോകേണ്ടി പോകുന്നത്. താണ്ടെ സൈസ് പ്ലാന്റ്. അന്നേരം താണ്ടെ ഈ പ്ലാന്റാണ് നമ്മളിപ്പം വണ്ടിക്കകത്തോട്ട് കയറ്റാൻ വേണ്ടി പോവാം. താണ്ടെ നേരെ എടുത്തോ. ഓക്കെ. പോട്ടെ. അയ്യോ
ആണ്ടെ സൈസ് പ്ലാന്റ് നോക്കി. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ പ്ലാന്റുകൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഏതാണ്ട് ലിസ്റ്റ് നോക്കി എടുക്കുവാന്നാണ്. ഒരുപാട് ഐറ്റം ഉണ്ട് അണ്ണാ, ഒരുപാട് ഐറ്റം ഉണ്ട്. ഓക്കെ, നമസ്കാരം. ഓക്കെ അണ്ണാ, കാണാം. അതിനെന്താണ്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ കുറേ പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. അന്നേരം ഇതിനകത്ത് കുറേ പ്ലാന്റുകൾ നമ്മളിപ്പോൾ എടുത്ത് നമ്മൾ ഇതിനെ വണ്ടിക്കകത്ത് കയറ്റി, ഈ വണ്ടിയല്ല കേട്ടോ, വലിയ വണ്ടിക്കകത്ത് കൊണ്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് നമുക്ക് അഞ്ചൽ ഭാഗത്ത് കൊണ്ടുപോകാം. ഓക്കെ, അന്നേരം നമ്മളതാണ്ട് ഈ പ്ലാന്റുകളെല്ലാം താണ്ടെ കൊണ്ടുവന്ന് സൈഡിലോട്ട് ഇറക്കുവാണേ. വലിയ മരം, ബ്ലാക്ക് ആൻഡ്രൂസ് മരമാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇറക്കി വെച്ചേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ മരം തിരക്കി കിടക്കുന്നവർക്ക് താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് നമുക്ക് കൊണ്ട് ചെന്ന് കുഴിച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അന്നേരം താണ്ട് നമ്മൾ ആ പ്ലാന്റുകളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ചാക്കിനകത്ത് കയറ്റിക്കൊണ്ട് 3 പേര് ചുമന്നുകൊണ്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം സൈസിലുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ തറയെ വീണ് മണ്ടയൊന്നും ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സേഫായിട്ട്. ഇത് ലെയർ ചെയ്ത പ്ലാന്റ് അല്ല. ലെയർ ചെയ്ത പ്ലാന്റുകൾ മേടിച്ച് വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് ഒരു ചെറിയ കാറ്റടിച്ചാൽ ഇത് പിഴുത് വീഴും. ഇത് ബഡ് ചെയ്ത പ്ലാന്റോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളങ്ങനെ മേടിച്ച് വയ്ക്കാനായിട്ട് കാര്യമുള്ളൂ. ഏരിയൽ ലെയർ ചെയ്ത പ്ലാന്റുകൾ കടപുഴകി വീഴാനുള്ള സാധ്യത. കാര്യം തായ്വേരില്ലല്ലോ. തായ്വേരൊരു മരത്തിനില്ലെങ്കിൽ അത് ചെറിയ കാറ്റടിച്ചാൽ പോലും ഇപ്പം ഇളകി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് നിൽക്കേണ്ടതാണ്. അന്നേരം അതും കൂടെ ഒന്ന് ഓർത്ത് പ്ലാന്റുകൾ ശ്രദ്ധിച്ച് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അന്നേരം താണ്ടെ അടുത്തതെന്ന് പറഞ്ഞാൽ വലിയ ഒരു നാംഡോക്മായി മാവ് കായോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് താണ്ടെ ഇപ്പോൾ ഇറങ്ങുന്നതാണ്ട. മാങ്ങയുണ്ട്. താണ്ടെ മാങ്ങ പതുക്കെ സേഫായിട്ട് ഇറക്കിക്കൊണ്ട് വെച്ചു. കാര്യം കയ്യിൽ നിൽക്കണം. നല്ല അത്യാവശ്യം നല്ല വെയിറ്റാണ്. വലിയ കവറും വലിയ പ്ലാന്റുമാണ്. അന്നേരം താണ്ടെ നാംഡോക്മായി മാവാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇല കണ്ട, ഇലയ്ക്ക് നല്ല പ്രത്യേകതയില്ലേ, നല്ല ഷേപ്പായിട്ട് വളർന്നു വരുന്ന പ്ലാന്റാണ്. ചെറിയ പ്ലാന്റ് വേണ്ടവർക്ക് ചെറിയ പ്ലാന്റ് ഉണ്ട്, വലിയ പ്ലാന്റ് വേണ്ടവർക്ക് അഥവാ തീർന്നു പോയാലും പുതിയതായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കാര്യം ചില സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. പല സാധനങ്ങളും നേരത്തെ തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അതേപോലെ കോട്ടുകോണം മാവ്, ചെങ്കവരിക്ക മാവ്, അതൊക്കെ അത്യാവശ്യം നല്ല പോലെ മാങ്ങ പിടിച്ച് നല്ല 3, 4, 5 ഒക്കെ മാങ്ങയുള്ളത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി വാങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ ബ്രൂണോ കിങ് ഏറ്റവും വലിയ മാവാണേ. വലിയ മാങ്ങയുമാണ്, വലിയ മാവുമാണ്. താണ്ടെ സൈസ് മാവ് താണ്ടെ കൊണ്ടുവന്ന് അതും കൂടെ താണ്ടെ ഇതേപോലെ ചാക്കിനകത്ത് 3 പേര് ചേർന്ന് ചുമന്നാണ് കൊണ്ട് ചെന്നതുകൊണ്ട് ആ പോഷനിൽ വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെ പാർട്ടിക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വലിയ പ്ലാന്റ് തന്നെയാണ് ഇവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം അത് കൊണ്ട് ചെന്നിപ്പം കുഴിച്ച് വെച്ച് കൊടുക്കുവാണേ. നിങ്ങൾക്ക് ഇതേപോലെ പ്ലാന്റുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ താണ്ടെ ഇതേപോലെ വണ്ടിയിലാക്കി നിങ്ങളെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് ചെന്ന് തരാനായിട്ട് സാധിക്കും. അതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റുള്ള പ്ലാന്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറയുക. ഡ്രമ്മിലുള്ള പ്ലാന്റ് വേണമെങ്കിൽ ഡ്രമ്മിലുള്ള പ്ലാന്റ്, വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ്. അതേപോലെ തന്നെ വെക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലുപൊടി, വേപ്പുണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക്, കക്കാന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ടിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇത്രത്തോളം പ്ലാൻ ഉണ്ട്. 1, 2, 3, 4 ഒന്നുമല്ല, ഏകദേശം 10 തോളെ ചുമന്നുകൊണ്ട് പോകുന്ന വലിയ റംബൂട്ടാനാണ്. വലിയ N18 റംബൂട്ടാൻ, അതേപോലെ സീസർ വെറൈറ്റി റംബൂട്ടാൻ, അതേപോലെ തന്നെ നല്ല കുമ്മായമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വയ്ക്കേണ്ട കുറച്ച് പ്ലാന്റുകളുണ്ട്. അതിനെല്ലാം കുമ്മായമൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. കക്കാന്നിട്ട് ചെയ്ത് അതേപോലെ നല്ല അടിപൊളി മാവാണേ. ഇത് ചന്ദ്രകാര വെറൈറ്റി മാവ്, അതുപോലെ മല്ലിക വെറൈറ്റി മാവ്, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ടെങ്കിലും ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് വലിയ തായ്ലൻഡ് സപ്പോട്ട, അതേപോലെ തന്നെ കോട്ടൂർക്കുളം മാവ്, അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ്രൂസ് മാവ്, അതേപോലെ തന്നെ ഒരു ചാമ്പ, അതേപോലെ തന്നെ 2 കൊടംപുളി, അതേപോലെ തന്നെ അത്തിപ്പഴത്തിൻ്റെ തൈ, അതേപോലെ തന്നെ കോട്ടുകുണം മാവ് മാങ്ങയോട് കൂടിയിട്ടുള്ളതാണ്. കണ്ട് മനസ്സിലാക്കാൻ 3 മാങ്ങയുണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 മാങ്ങയുള്ള കോട്ടുകോണം ചെങ്കവരിക്ക മാവ്. അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട്. ഏതാണ്ട് ചാമ്പ വെറൈറ്റികൾ കൊണ്ടുവന്നു. അതിന് ലൗലോലി ഡ്രമ്മിൽ ഇതായിരിക്കുന്നു, അത് ഹൈബ്രിഡ് വെറൈറ്റി. അതേപോലെ തന്നെ ഏതാണ്ട് J33 പ്ലാവ്, വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ്, അതേപോലെ തന്നെ വേറെ ഒരുപാട്. അതേപോലെ കുരുമുളക്, ചട്ടി നിർത്തി കായ്ക്കുന്ന കുറ്റിക്കുരുമുളക്, പച്ചക്കറി തൈകൾ, പപ്പായ തൈ, ചട്ടിയിൽ നിന്ന് കായ്ക്കുന്ന പപ്പായ തൈകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളോടും ഇവിടെ തന്നെ പ്ലാന്റ് ചെയ്യാനായിട്ട് ബുഷ് ഓറഞ്ച്, നിറച്ച് കായോട് കൂടിയിട്ടിരിക്കുന്ന ബുഷ് ഓറഞ്ചിൻ്റെ പ്ലാന്റ്, ഒരുപാട് വെറൈറ്റി പ്ലാന്റ്. അതേപോലെ കുറച്ച് ചെടികൾ, അതേപോലെ തന്നെ കുള്ളൻ കുടംപുളി, ഒരുപാട് ഹൈറ്റ് പോകും, അത് തീരെ ചെറുതിലേക്ക് കായ്ക്കുന്ന കുള്ളൻ കുടംപുളി പ്ലാന്റുകൾ. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിപ്പം ലോഡിൽ വന്നത്. ഒരു വീട്ടിൽ നമ്മൾ കൊണ്ടുചെന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി അഞ്ചൽ വന്നതാണ്. കുഴിയൊക്കെ എടുത്ത് നമുക്ക് സെറ്റാക്കിയിട്ട് ഈ പ്ലാന്റുകളെല്ലാം വെച്ച് കൊടുക്കാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അന്നേരം ഉടനെ തന്നെ
ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോകളൊക്കെ പാർട്ട് 2 വരുന്നുണ്ട്. നല്ല സമയം പോലെ കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് കമൻറ്റ് രൂപേണ അറിയിക്കുക. ഓക്കെ.